വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആഹാസ് രാജാവ് അസറിയ രാജാവിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. രാജാവ് പുരോഹിതൻ ഊറിയാക്കി ബലിപീഠത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു. അവൻ മുൻപുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യയിൽ നിന്ന് മാറ്റി ബലിപീഠത്തിന് വടക്കുവശത്ത് സ്ഥാപിച്ചു. ആഹാസിൻ്റെ മരണത്തിന് ശേഷം തൻ്റെ പുത്രൻ ഹെസക്കിയ രാജാവായി. ഇതേ സമയം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായിൽ ഇസ്രായേലിൻ്റെ 19ാമത്തെ രാജാവായി 9 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. അവ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ട് കർത്താവ് അവനെ ശിക്ഷിച്ചു. അസീറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടച്ചു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു: നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 13-ാം തിരുവചനം. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ നേരെ ക്രൂധനായി അവരെ തൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. അസീറിയ രാജാവ് ബാബിലോൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിനു പകരം സമറിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിക്കാതിരുന്നതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു കുറേ പേരെ കൊന്നു. അസീറിയ രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദൈവത്തിൻ്റെ നിയമം അവരെ പഠിപ്പിക്കാനായി സമരിയായിൽ ഒരു പുരോഹിതനെ ബഥേലിൽ കൊണ്ടുവന്നു. കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിക്കേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. എന്നാൽ അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു, തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളിലെ സ്വന്തം ദേവന്മാരെയും സേവിച്ചു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.